എനിക്കൊരു ഇലയട തിന്നാൻ ഭയങ്കര പൂതി കയറി. അപ്പം ഞാൻ അപ്പുറത്തെ പറമ്പിൽ വീടിൻ്റെ സൈഡിൽ മതിലിൻ്റെ അടുത്ത് ഒത്തിരി ഇലയുണ്ട്. ഞാനത് പോയി കീറി നല്ല പോലെ കുറച്ച് നല്ല പോലെ എന്നോട് എടുത്തോളാൻ വേണ്ടി പറഞ്ഞിട്ടാണ് ഞാനത് നല്ല പോലെ കീറി നല്ല കുറേ ഉണ്ടായിരുന്നു. ഒരുപാട് വിഷമമായിരുന്നു മതിലിൻ്റെ അപ്പുറത്തായതുകൊണ്ട് എടുക്കാൻ. കൊണ്ടുവന്നു എല്ലാം കീറി. ഇനി പൈപ്പ് തുറന്ന് അത് നല്ല പോലെ കഴുകി. മണ്ണെല്ലാം ഉണ്ടായിരുന്നേ. അപ്പം നല്ല പോലെ എല്ലാം കഴുകുക. പൊടിയെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം പോകും. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമാവില്ലേ, ഈ പക്ഷികളെല്ലാം വന്ന് ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ നല്ല പോലെ എല്ലാം പൈപ്പ് വെച്ചു എല്ലാം കഴുകുവാണേ. കഴുകി വൃത്തിയാക്കി നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലൊരു ഉണങ്ങിയ തുണി വെച്ച് നല്ല പോലെ തുടച്ചു. എല്ലാ ഇലകളും നല്ല പോലെ തുടച്ച് ഓരോന്നോരോന്നെടുത്ത് വൃത്തിയാക്കി അപ്പുറത്തപ്പുറത്ത് വെച്ചു. എന്നിട്ട് എൻ്റെ അത് പൊടി അങ്ങനെ കഴുകിയോണ്ട് അങ്ങനെ പൊടിയൊന്നുമില്ല. എന്നാലും ഞാനതെല്ലാം കഴുകി. എന്നിട്ട് ഇത് നല്ല ഗോതമ്പ് പൊടിയിലാണ് ഉപ്പും ചേർത്ത് സാദാ വെള്ളം അതും ഒഴിച്ച് നല്ല പോലെ ഞാൻ കുഴച്ചെടുക്കാൻ വേണ്ടി പോകുവാണേ. നല്ലപോലെ ഇവിടെ ഓട്ടട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കെല്ലാം ഇങ്ങനെ ഓട്ടട ചുടും. ഇലേൻ്റെ ക്ഷാമം വിചാരിച്ചിട്ടാണ് കുറച്ച് ഞാൻ ബേക്കോട്ടടിക്കുന്നത്. എന്നാലും ഇടയ്ക്കിടയ്ക്കെല്ലാം ഞാൻ ചെയ്യും ഇത്. അപ്പം നല്ല പോലെ ഞെരടി കുഴച്ച് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് എല്ലാം നല്ല പോലെ ഈ വീഡിയോ ഒറ്റക്കൈ കൊണ്ട് പിടിക്കുന്നുണ്ടാണ്. എന്നിട്ട് ഒന്നര മുറി തേങ്ങ ഉണ്ടാവും നല്ലപോലെ ചുരണ്ടി. ഇവിടെയെല്ലാം എന്നാൽ ഇത് ഞങ്ങൾ വെല്ലം എന്നല്ല, ഇത് ശർക്കരയാണ്. ചകിരി എല്ലാം ചുരണ്ടി ചേർത്തു. എല്ലാം നല്ല പോലെ ചീകി ചേർത്ത്. ഇനി അതെല്ലാം കൂടെ പിന്നെ ലേശം ഏലക്കാപ്പൊടിയും ജീരകവും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഞെരടി. അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കട്ടകളുണ്ടായിരുന്നേ ഈ ശർക്കര ചുരണ്ടിയപ്പോൾ. അപ്പോൾ അതെല്ലാം നല്ല പോലെ കൈയും കൊണ്ട് യോജിപ്പിച്ച് നല്ല പോലെ എല്ലാം യോജിപ്പിച്ചാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. ചിലവരിങ്ങനെ പാനിയാക്കിയിട്ട് തേങ്ങ ഇങ്ങനെ ഇളക്കി അങ്ങനെയും ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പിന്നെ എളുപ്പത്തിന് ഇങ്ങനെയാക്കി നല്ല പോലെ യോജിപ്പിച്ച്. അതിൻ്റെ കട്ടയുണ്ട്, അതാണ് ഈ കുറച്ച് താമസം വരുന്നത്. നല്ല പോലെ ഇളക്കി. ഇനി ഇത് കുഴച്ച് വെച്ച മാവ് ഇനി എടുക്കാൻ വേണ്ടി ഞാൻ പോകുവാണ്. നല്ലപോലെ റെഡിയാക്കിയേ, അതിൻ്റെ കൂട്ട് റെഡിയാക്കി. ഇനി അത് ഇലയിൽ നല്ല പോലെ മാവ് നല്ല പോലെ പരത്തി എന്നിട്ട് കുറേശ്ശെ അതിലോട്ട് നല്ലോണം തേച്ച് നല്ല പോലെ അങ്ങ് പിടിപ്പിക്കുവാണെങ്കിൽ നല്ല ഇതാണ്. അപ്പം നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് എന്നാ ടേസ്റ്റാണെന്നറിയാം ഇങ്ങനത്തെ ഇല. നമുക്ക് വൈകുന്നേരമെല്ലാം ഒരു ചായക്ക് കട്ടൻ ചായയും ഇതും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ ഇലയും ഞാൻ ഒരു ട്രിപ്പിന് ഞാൻ 5 എണ്ണം വെക്കുമായിരുന്നേ. 2 ട്രിപ്പ് വെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. 5 10 ഇലയടയാണ് ഞാൻ ആക്കിയത്. അപ്പോൾ എല്ലാം നല്ല പോലെ പരത്തി. നല്ല ഗോതമ്പ് പൊടിയായതുകൊണ്ട് ആർക്കും കഴിക്കാം. ഈ മൈദയെല്ലാം വന്നില്ലേ പ്രശ്നം. അപ്പം ഗോതമ്പ് പൊടി നല്ല പോലെ യോജിപ്പിച്ച് ഇനി അതിൻ്റെ അത് 4 എണ്ണം കൂടെ ഇങ്ങനെ ആക്കണം, ഇലയിൽ പരത്തണം. ഇപ്പോൾ തേങ്ങേൻ്റെ ക്ഷാമം വിചാരിക്കുമ്പോൾ ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തേങ്ങക്കെല്ലാം ഭയങ്കര വിലയല്ലേ. അപ്പം തേങ്ങേൻ്റെ ഇത് വിചാരിക്കുമ്പോൾ ഇതൊന്നും ചുടാൻ തോന്നില്ല. എന്നാലും ഇടയ്ക്കെല്ലാം മറന്നു പോകാറല്ലോ ഇലയട. അപ്പോൾ എല്ലാം കൂടെ ആക്കി. ഇനിയിപ്പം ഇതും വേറെയും ഇലയെടുത്തു, അതിലും പരത്തി എല്ലാം നല്ല പോലെ ഇതാക്കി. ഇനി ഒരു വലിയൊരു ചെരുവം അടുപ്പത്ത് വെച്ച് ഇതിലാണ് ഞാൻ ഓട്ടട ചുടുന്നത്.
അത് ചൂടായി സ്റ്റൗ കത്തിച്ച് ചൂടായി കഴിയുമ്പോഴത്തേന് ഇതാ ഓരോന്നോരോന്ന് ഞാൻ 5 എണ്ണം ഒരു ട്രിപ്പിൽ വെക്കാം. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. 2 എണ്ണം വെച്ചു. ഇനി 3, ഇനി ഒന്നിപ്പുറത്തും കൂടെ വെച്ച്, ഇനി അതിൻ്റെ ഇപ്പുറത്തും കൂടെ ഒരെണ്ണം കൂടെ വെച്ച് 5 എണ്ണമാണ് വെച്ചത്. ഒരു ട്രിപ്പിൽ 5 എണ്ണം ഞാൻ ആക്കിയെടുത്തു. പക്ഷെ നല്ല പോലെ വെന്തും എല്ലാം കിട്ടും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു അടപ്പും കൊണ്ട് അങ്ങ് അടച്ച് വെക്കുക. ഒരു ഭാഗം നല്ല പോലെ വെന്തെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറിച്ചിടണം. മറിച്ചിട്ട് ഓരോന്നോരോന്നും മറിച്ചിടണം. എന്നാലേ അത് നല്ല പോലെ, അത് അടച്ചു വെക്കുമ്പോഴേ നല്ല പോലെ അതിൻ്റെ ഉള്ളെല്ലാം വെന്ത് കിട്ടും. അതിനാണ് ഈ അടച്ചു വെക്കുന്നത്. വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളും എല്ലാം വെന്ത് നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ഓട്ടട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒന്നും കൂടി അത് അടച്ചങ്ങ് വെക്കണം. അപ്പം നല്ല പോലെ വെന്തെന്ന് തോന്നുമ്പം നമ്മൾ ഓരോന്നും ഇതാ എടുത്ത് ഇതിൻ്റെ അകത്തൊരു പാത്രത്തിലോട്ട് ഞാൻ വെക്കുക. അപ്പം നോക്കിയാൽ നല്ല വൃത്തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇത് കണ്ട പാകത്തിനധികം കരിഞ്ഞും പോയില്ല. നല്ല ഇതായിട്ട് ഓട്ടട കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട് ഓരോന്നോരോന്ന് അങ്ങനെ പെറുക്കി. നല്ല ചൂടുണ്ട്. അപ്പോൾ കൈ പൊള്ളാതെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് ഇനിയും പാചകം ചെയ്യാനുള്ളതാണ്. അപ്പം ഓരോന്നോരോന്ന് കൈ ഇടയ്ക്കിടയ്ക്ക് പൊള്ളുന്നുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കലില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ വെച്ചു. ഇങ്ങനെ ഒരെണ്ണ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൂടപ്പം പോലെ ചിലവാകും. അത്രക്കും ടേസ്റ്റാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ ഈ ഓട്ടട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഓരോരുത്തർ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയും.